ഹലോ പീപ്പിൾ, ദീപിൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2024 ഫെബ്രുവരി 22-ന് ചിദംബരം സംവിധാനം ചെയ്ത് തിയേറ്റർ വഴി പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം. ഇത് 2006-ൽ നടന്ന ഒരു യഥാർത്ഥ കഥയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് സിനിമ ചിദംബരം സംവിധാനം ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഗുണ കേവിനെക്കുറിച്ച്. 2006 കാലഘട്ടത്തിൽ കൊച്ചിയിൽ നിന്ന് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ഒരു ഗ്യാങ് ട്രിപ്പ് പോവുകയാണ് കൊടൈക്കനാൽ. അപ്പോൾ അവിടെ ഒരു ഗുണ കേവ് എന്ന് പറഞ്ഞിട്ട് കേവിലോട്ട് ഇവർ ഇറങ്ങുകയും പിന്നെ അതിൽ ഒരു കൂട്ടുകാരൻ കുഴിയിലേക്ക് അങ്ങ് വീഴുകയാണ്. ആ കൂട്ടുകാരനെ ഇവർ യൂണിറ്റിയോടെ കാത്തിരക്ഷിക്കുന്ന കഥയാണ് സിനിമയിലൂടെ മെയിനായിട്ട് പറഞ്ഞു പോകുന്നത്. പക്ഷേ ചിദംബരൻ എന്ന സംവിധായകൻ ഈ സിനിമയുടെ സ്റ്റോറി എങ്ങനെ മേക്ക് ചെയ്തെന്നാണ് ഞാൻ ശ്രദ്ധിച്ചത്. കാരണം ഗംഭീരമായിട്ടുള്ള ഒരു മേക്കിംഗാണ് ഈ സിനിമയിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക്, അടിപൊളി മ്യൂസിക്, ഒരു രക്ഷയില്ല. ഒരു മന്ത്രവാദ മ്യൂസിക് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു, ഒരു രക്ഷയില്ല. ആ ചേട്ടൻ വേറെ ലെവൽ തന്നെയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അതുമാത്രമല്ല ഈ സിനിമയുടെ ക്യാരക്ടേഴ്സ്, ഓരോ ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പക്കയാണ്. സൗബിൻ്റെ ക്യാരക്ടറായാലും ശ്രീനാഥ് ബാസി ആയാലും ബാലു വർഗീസ് ആയാലും ആ 12 പേരും പക്കയാണ്, പക്ക ക്യാരക്ടർ, ഒന്നും പറയാനില്ല. കാരണം വെച്ചാൽ ലാസ്റ്റ് ആ ക്ലൈമാക്സൊക്കെ രോമൊക്കെ എഴിച്ചിരുന്നു സല്യൂട്ട് അടിക്കുന്നു ആ രംഗങ്ങളായിരുന്നു. കാരണം വെച്ചാൽ ആ ഒരു വലിയുണ്ട് ലാസ്റ്റത്തെ, ഒരു രക്ഷയില്ല. മ്യൂസിക്കൽ വർക്കായാലും ആക്ടിങ് ബേസ് ആയാലും സ്റ്റോറി ബേസ് ആയാലും മേക്കിംഗ് ബേസ് ആയാലും ഇത് തിയേറ്ററിൽ ചെന്ന് കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. ഞാൻ ഇന്നലെയാണ് ഈ സിനിമ കണ്ടത് തിയേറ്ററിൽ ചെന്ന്. 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഈ സിനിമ തിയേറ്ററിൽ ചെന്ന് കാണുന്നത്. ഞാൻ പോയ തിയേറ്ററിൽ അത്യാവശ്യം ആൾ ഫുള്ളായിരുന്നു. കാരണം അത്യാവശ്യം ഫുള്ളായിരുന്നു. ഇന്നലെ ഒരു വെള്ളിയാഴ്ചയായിരുന്നു, അത്യാവശ്യം ഫുള്ളായിരുന്നു. കാരണം വെച്ചാൽ അത്രയ്ക്ക് ഈ സിനിമയ്ക്ക് ഡിമാൻഡ് ഇപ്പോൾ ഉണ്ട്. സിനിമ ഇവിടെയൊന്നും നിൽക്കുന്നില്ല. തമിഴ്നാട്ടിൽ ഒരു മലയാള സിനിമ 10 കോടിക്ക് മേളിൽ കളക്ട് ചെയ്യുന്ന ആദ്യത്തെ സിനിമ എന്ന റെക്കോർഡ് ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സിനാണ്. അതും ഇവിടെ നമ്മളെ സൂപ്പർ സ്റ്റാർസല്ല, മമ്മൂട്ടിയുണ്ട്, മോഹൻലാലും ഉണ്ട്. എന്നിട്ടും നല്ല കണ്ടൻറ്റ് വന്നു കഴിഞ്ഞാൽ ഏത് സിനിമയെ സ്വീകരിക്കുമെന്ന് നമ്മൾ ഇന്ത്യക്കാർ ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ ഈ സിനിമ 10 കോടിയും കഴിഞ്ഞ് 20 കോടിയും ടച്ച് ചെയ്യുന്ന നല്ല പ്രതീക്ഷയുള്ളൊരു സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം. ഈ സിനിമ OTT-ലായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തിയേറ്ററിൽ കിട്ടുന്ന ഫീലിങ്സ് ഒരിക്കലും കിട്ടത്തില്ല. തിയേറ്ററിൽ ചെന്ന് കാണേണ്ട സിനിമയാണ്, തിയേറ്റർ എലമെൻ്റുള്ള സിനിമ തന്നെയാണ്. മസ്റ്റ് വാച്ചബിളാണ് സിനിമ, തിയേറ്ററിൽ ചെന്ന് തന്നെ കാണാൻ ശ്രമിക്കുക. ഇനി OTT കാത്തിരിക്കുന്നവരാണെങ്കിൽ ഈ ഫീല് കിട്ടുമെന്ന് തോന്നില്ല, എനിക്ക് ഈ ഫീല് കിട്ടത്തില്ല ഉറപ്പായിട്ടും. മിക്സ് ഇഷ്ടപ്പെടുന്നവരും കാണും, ഇഷ്ടപ്പെടാത്തവരും കാണും. എന്നാൽ ഈ ഫീൽ തിയേറ്ററിൽ കാണാൻ ഫീൽ OTT കിട്ടത്തില്ല. തിയേറ്ററിൽ ചെന്ന് കാണാൻ ശ്രമിക്കുക മാക്സിമം. കിട്ടില്ല സിനിമ, ഒരു രക്ഷയില്ല. വർത്ത് സിനിമയാണ് ഞാൻ കണ്ടതിൽ വെച്ച്, കിട്ടില്ല. നല്ല മേക്കിംഗ്, മോളിവുഡ് വേറെ ലെവലിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ മഞ്ഞുമൽ ബോയ്സ് സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ആ 2006 കാലഘട്ടത്തിൽ ഇത്രയും വലിയ ത്യാഗം ചെയ്യുന്ന, ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി ഇത്രയും വലിയ ത്യാഗം ചെയ്യുന്ന ആ കുട്ടിയുടെ അദ്ദേഹവും ആ ഫ്രണ്ട്സും ആ 12 പേരും സമ്മതിക്കണം. ഇന്നത്തെ ഒരു ഉദാഹരണമാണ് അവരെല്ലാവരും. എന്നുവെച്ചാൽ കൂടെ നിന്ന് ചതിക്കാതെ ഒരു യൂണിറ്റിയായിട്ട് പ്രവർത്തിക്കണമെന്ന് അവർ കാണിച്ചു തരികയാണ് ഈ സിനിമയിലൂടെ. അത് ജീവിതത്തിലൂടെയും അവർ നിലനിർത്തുന്നുണ്ട്. അങ്ങനത്തെ ഒരു വലിയൊരിത് തന്നിട്ടാണ് സിനിമ അവസാനിക്കുന്നത്. കിട്ടില്ല ആ ബിഗ് സല്യൂട്ട് മാൻ. കാരണം അത്രയും റിസ്ക് ചെയ്ത് സ്വന്തം സഹോദരൻ തന്നെയാണ്, സ്വന്തം കൂട്ടുകാരെ സഹോദരൻ സഹായിച്ചെങ്കിൽ ബ്രോയുടെ മനസ്സ് ഒരു റിയൽ സൂപ്പർ സ്റ്റാർ ആയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹം ആ എഫർട്ട് എടുത്ത ഗുണ കേവ് എന്ന് പറയുന്നത് എത്ര അടി താഴ്ചയെന്ന് അതിൽ പറയുന്നുണ്ട്. സംഭവം കേട്ടോ. അപ്പോൾ അതിൽ വീണ ആളിൻ്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോഴാണ് ഒരു ഓർമ്മിപ്പിക്കാൻ വയ്യ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ മഞ്ഞുമൽ ബോയ്സ് സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്.